ഹലോ, മിസ്റ്റർ കെയിൻ്റെ ഗൈഡൻസസിലേക്ക് സ്വാഗതം. എനിക്ക് എൻ്റെ ജോലി അല്ലെങ്കിൽ ബിസിനസ് നഷ്ടപ്പെടുമോ എന്നുള്ളതാണ് ഇന്നത്തെ ടോപ്പിക്. ഇതൊരു ഫയൽ റീഡിംഗ് ആണ്. 2 ഫയൽ വെച്ചിട്ടുണ്ട്. അതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫയൽ ചൂസ് ചെയ്യാം. പിന്നെ ഫയൽ 1ന്റെ റീഡിംഗ് നമുക്ക് നോക്കാം. കാർഡ്സിനനുസരിച്ച് ഏഞ്ചൽസ് ഇതാണ് പറയുന്നത്: നിങ്ങൾ നിങ്ങളുടെ ജോലി വളരെ സത്യസന്ധമായും സത്യത്തിനും നീതിക്കും നിരക്കുന്ന രീതിയിൽ നിങ്ങളെല്ലാം ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. നല്ല രീതിയിൽ നിങ്ങൾക്ക് അതിന്റെ റിസൾട്ടും കിട്ടുന്നുണ്ട്. പക്ഷെ എന്തോ ഒരു കാര്യം അവിടെ അവസാനിക്കാനുണ്ട്. ആ എന്തോ ഒരു മോശമായ ഒരു കാര്യം, എന്തെങ്കിലും നിങ്ങളുടെ ബോസിന് നിങ്ങളെ പറ്റിയുള്ള ഒരു അഭിപ്രായക്കുറവോ, അല്ലെങ്കിൽ നിങ്ങളുടെ കൊളീഗ്സ് അല്ല ആരെങ്കിലും നിങ്ങൾക്ക് വിപരീതമായുണ്ടോ, അങ്ങനെ ഉണ്ടെങ്കിൽ ആ ഒരു കക്ഷി അവിടുന്ന് പോവുകയോ അങ്ങനെ എന്തെങ്കിലും സംഭവിക്കുകയുണ്ടെങ്കിലും എന്തോ ഒരു അവസാനം ഉണ്ട്. പക്ഷെ നിങ്ങളുടെ സത്യസന്ധമായി നിങ്ങളുടെ വഴിക്ക് നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതില് കാണുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചിലപ്പോ നിങ്ങളായിരിക്കും ഇവിടെ നിന്ന് ഈ ജോലി ഉപേക്ഷിച്ച് വേറെ നല്ലൊരു ജോലിയിലേക്ക് നിങ്ങൾ പോകുന്നത് എന്നാണ് കാണുന്നത്. ഇവിടെ സാഹചര്യങ്ങളോ അല്ലെങ്കിൽ നിങ്ങളുടെ ബോസോ അല്ലെങ്കിൽ എന്തെങ്കിലും കൊളീഗ്സോ ആരോ നിങ്ങൾക്ക് വിപരീതമായുണ്ട്. നിങ്ങൾക്ക് അതുകൊണ്ട് ജോലിയിലൊരു മനസ്സമാധാനമില്ല. അത് കാരണം കൊണ്ട് തന്നെ നിങ്ങൾ ചിലപ്പോൾ നല്ലൊരു ഓഫർ വേറൊരു സ്ഥലത്ത് കിട്ടുകയാണെങ്കിൽ നിങ്ങൾ ഈ ജോലി ഉപേക്ഷിച്ച് പോകാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് കാണുന്നത്. പക്ഷെ അത് നിങ്ങളുടെ ബോസിന് അതൊരു വലിയൊരു ആഘാതമായി മാറുകയും ചെയ്യും. നിങ്ങളെപ്പോലെ ജോലി ചെയ്യുന്ന, സത്യസന്ധമായി നല്ല ആക്യുറേറ്റായി ജോലി ചെയ്യുന്ന ഒരാളെ കിട്ടാൻ അയാൾക്ക് ബുദ്ധിമുട്ടായിരിക്കും. അപ്പം നല്ലൊരു തൊഴിലാളിയെ നഷ്ടപ്പെട്ട ഒരു സങ്കടം അയാൾക്ക് ഉണ്ടാവുകയും ചെയ്യും. നിങ്ങൾ നിങ്ങളുടെ കർമ്മം കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ഫലം നിങ്ങൾക്ക് കിട്ടും. ആരാണോ മോശമായി പെരുമാറിയിട്ടുള്ളത് അല്ലെങ്കിൽ മോശമായ ഒരു സാഹചര്യം സൃഷ്ടിച്ചിട്ടുള്ളത്, അതിന്റെ ഫലം അവർക്കും കിട്ടും. നമുക്കിപ്പോ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ വറി ചെയ്യാനുള്ള ഒരു കാര്യം ഇതിൽ കാണുന്നില്ല. നിങ്ങൾ ദൈവത്തിന്റെ ഒരു ആംഗിളിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഒരു ആംഗിളിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ വളരെ നന്നായി സത്യസന്ധമായി നിങ്ങളുടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ മറ്റൊരു ഓഫർ കിട്ടുകയാണെങ്കിൽ ഈ ജോലി ഉപേക്ഷിച്ച് പോവുകയും അത് നിങ്ങളുടെ ബോസിന് ഒരു വലിയ ആഘാതമായി മാറുകയും ചെയ്യും. നിങ്ങൾക്കിതില് യാതൊരു വിധത്തിലും വ്യാകുലപ്പെടേണ്ട ഒരു കാര്യമില്ല. അപ്പൊ ഇത്രയാണ് ഫയൽ 1ന്റെ റീഡിംഗ്. ഇത് റെസൊനേറ്റഡ് ആയാൽ ഒന്ന് കമന്റ് ബോക്സിൽ ചേർക്കണം. നിങ്ങൾക്ക് ഏതൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾക്ക് റെസൊനേറ്റഡ് ആയത് എനിക്കിതൊന്ന് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. കമന്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായം നിങ്ങളൊന്ന് രേഖപ്പെടുത്തണം. അപ്പൊ ഇനി മറ്റൊരു വീഡിയോ വരുന്നത് വരേക്കും ബൈ. ഈ വീഡിയോ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുത്. ഇതുപോലുള്ള റീഡിങ്സ് നിങ്ങൾക്ക് കൂടുതലായി വേണമെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ഇനിയും പുതിയ പുതിയ ടോപ്പിക്സിന് റീഡിങ്സ് കൊണ്ടുവരുന്നതായിരിക്കും. നിങ്ങൾക്ക് താല്പര്യമുള്ള എന്തെങ്കിലും അറിയാൻ ആഗ്രഹമുള്ള എന്തെങ്കിലും ടോപ്പിക്സ് ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ ഇടുകയും ചെയ്യാം. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു. ഫയൽ നമ്പർ 2ന്റെ റീഡിംഗ് നമുക്ക് നോക്കാം. കാർഡ്സിനനുസരിച്ച് ഏഞ്ചൽസ് ഇതാണ് പറയുന്നത്: നിങ്ങൾ ചിലപ്പോ ആ ഒരു ജോലിയിൽ നിന്ന് അല്ലെങ്കിൽ ആ ബിസിനസ് നിങ്ങൾ സ്വയം വേണ്ടാന്ന് വെക്കും. നിങ്ങൾ മറ്റൊരു ജോലിയോ ബിസിനസ്സോ മറ്റെന്തെങ്കിലും നിങ്ങൾ തിരഞ്ഞെടുക്കുകയും ചെയ്യും. പക്ഷെ അതോടുകൂടി നിങ്ങളുടെ ബോസിന് വർക്കെല്ലാം വളരെയധികം കൂടുകയും ചെയ്യും. അയാൾ വിചാരിച്ചത് റിസൾട്ട് അയാൾക്ക് കിട്ടുകയുമില്ല. പക്ഷെ അതോടുകൂടി അയാൾക്കുണ്ടായിരുന്ന ദേഷ്യമാണോ അല്ലെങ്കിൽ എന്താണോ നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിട്ടുണ്ടായിരുന്ന ഒരു ക്യാരക്ടർ ഉണ്ടായിരുന്നത്, അത് അയാളിൽ നിന്ന് അകന്നു പോവുകയും ചെയ്യും. നിങ്ങൾ എന്ത് തന്നെയായാലും ഭാവിയിൽ അയാളെ സഹായിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല. നിങ്ങൾ നിങ്ങളുടെ ജോലി നോക്കി, നിങ്ങൾക്ക് നിങ്ങളുടേതായ ഡെവലപ്മെന്റ്, നിങ്ങൾക്ക് നല്ല ഓപ്പർച്യൂണിറ്റീസും നോക്കി നിങ്ങൾ നല്ലൊരു ജോലിയിലേക്ക് നിങ്ങൾ മാറുകയും ചെയ്യും. നിങ്ങൾക്ക് ഈ ജോലിയിൽ നിന്നോ മാറുന്നതാണ് എനിക്ക് തോന്നുന്നത് കൂടുതൽ നല്ലത്. കാരണം അത് നിങ്ങൾക്ക് നല്ലൊരു റിലാക്സേഷൻ ആയിരിക്കും. അപ്പൊ എന്ത് കർമ്മമാണോ ചെയ്തത് അതിനനുസരിച്ചുള്ള ഒരു റിസൾട്ട് വരാനാണ് സാധ്യതയുള്ളത്. നിങ്ങളുടെ ജോലിയിലുള്ള സാഹചര്യങ്ങൾ നിങ്ങളെ മടുപ്പിക്കുന്നത് അല്ലെങ്കിൽ വെറുപ്പിക്കുന്നതായതുകൊണ്ട് ചിലപ്പോൾ നിങ്ങൾ ജോലിയിൽ നിന്ന് മാറാം. പക്ഷെ നിങ്ങളുടെ ജോലി നല്ല രീതിയിൽ പോകുകയായിരുന്നത് കൊണ്ട് നിങ്ങൾക്ക് മറ്റൊരു ജോലി കിട്ടുകയോ മറ്റു ബിസിനസ് എന്തെങ്കിലും നല്ലൊരു കാര്യം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരികയും ചെയ്യും. ആരാണോ ഈ ബുദ്ധിമുട്ടുകളൊക്കെ സൃഷ്ടിച്ചത് അയാൾക്ക്
ഒരുപാട് ബുദ്ധിമുട്ടുകൾ സഹിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അയാളിൽ ഉണ്ടായിരുന്ന ദേഷ്യം എന്താണോ ആ ഒരു മോശമായ ഒരു ക്യാരക്ടർ ഉണ്ടായിരുന്നത്, അത് അയാളിൽ നിന്ന്, അല്ലെങ്കിൽ മോശമായ എന്താണോ കാര്യം ഉണ്ടായിരുന്നത്, അത് അയാളിൽ നിന്ന് അകന്നു പോവുകയും ചെയ്യും. ഇത്രയാണ് പാർട്ട് 2 റീഡിങ്. ഇത് ആർക്കൊക്കെയാണ് റെസൊനേറ്റഡ് ആയതെന്ന് ഒന്ന് കമന്റ് ബോക്സിൽ ഇടണം. എനിക്ക് അറിയാൻ ആഗ്രഹമുണ്ട്. റീഡിങ്ങിൽ എന്ത് കാര്യമാണ് നിങ്ങൾക്ക് റെസൊനേറ്റഡ് ആയതെന്ന് കമന്റ് ബോക്സിൽ ഒന്ന് ഇടണേ. ഇനി മറ്റൊരു ടോപ്പിക്കിന്റെ റീഡിംഗ് ആയി വരുന്നത് വരെ തൽക്കാലത്തേക്ക് ബൈ. ഈ വീഡിയോ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുത്. ഇതുപോലുള്ള റീഡിങ്സ് നമുക്ക് കൂടുതലായി വേണമെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും പുതിയ പുതിയ ടോപ്പിക്സിന് റീഡിങ്സ് കൊണ്ടുവരുന്നതായിരിക്കും. നിങ്ങൾക്ക് താല്പര്യമുള്ള എന്തെങ്കിലും, അറിയാൻ ആഗ്രഹമുള്ള എന്തെങ്കിലും ടോപ്പിക്സ് ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ ഇടുകയും ചെയ്യാം. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.